ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നലത്തെ ട്രേഡ് CPI ന്യൂസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ട്രേഡ് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല ഹൈ ഇമ്പാക്ട് ന്യൂസാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകളിലൊന്നും ട്രേഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ ന്യൂസിന്റെ അല്ലാത്ത സമയത്തുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ NFPയുടെ ന്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? വളരെ നല്ലൊരു മൂവ്മെന്റ് കിട്ടി. നമുക്ക് പ്രൈസ് നല്ല താഴേക്ക് ഒരു ദിവസം തന്നെ ഏകദേശം $100 ഞാനത് എടുത്തായിരുന്നു. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾ പഠിച്ച കൺഫർമേഷൻ, വെറുതെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് എടുക്കരുത്. നമ്മൾ വെറുതെ ഒരു ബയ്യോ സെല്ലോ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ന്യൂസ് ട്രേഡ് ചെയ്തത്. പക്ഷേ ഇതിനേക്കാൾ നല്ല കിടിലൻ ട്രേഡുകൾ, ഇതിനേക്കാൾ നല്ല അടിപൊളി കൺഫർമേഷനിൽ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പ്രൈസ് താഴേക്ക് വീഴുമെന്ന് ഞാൻ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. പ്രൈസ് താഴേക്ക് വീഴാനുള്ള സാധ്യത നമ്മൾ ഇവിടെ നിന്നൊക്കെ സെല്ല് നോക്കി. പക്ഷേ പ്രൈസ് നേരെ ഇവിടെ നിന്ന് നമ്മൾ സെല്ല് നോക്കി, അത് നമുക്ക് ബ്രേക്ക് ഈവൻ SL ഒക്കെ അടിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് സെല്ലാണ് ഞാൻ ഈ എടുത്തത്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ NFനേക്കാളൊക്കെ മുമ്പ് പ്രൈസ് ഇവിടെ എത്തി. അതിനുശേഷം വീണ്ടും പ്രൈസ് ഇവിടെ പോയി. ആ ഇംബാലൻസ് ഒക്കെ പ്രൈസ് തിരിച്ചെടുത്തിട്ടുണ്ട്. നോക്കിയ പ്രൈസ് തിരിച്ചു വന്നു. നമ്മളിവിടെ ഈ ഒരു 50 മിനിറ്റിന്റെ OB നമ്മൾ എടുത്തു. നമ്മൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു, നല്ലൊരു സെറ്റപ്പ് ഒക്കെ നമുക്ക് കിട്ടി. പക്ഷെ പ്രൈസ് ഇവിടം വരെ ഏകദേശം ഇത്രയും വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്ന് ഈ റേഞ്ച് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇനിയിപ്പോൾ എന്തായാലും CPIയുടെ ന്യൂസിന് ശേഷം മാത്രമേ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ന്യൂസിന്റെ സമയത്ത് തൊട്ട് മുമ്പ് നോക്കിയേ, പ്രൈസ് സെല്ലിലേക്കാണ് കൂടുതൽ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ചെറിയ സ്ട്രക്ചർ ആണെങ്കിലും സെല്ലിലേക്കാണ് കൂടുതൽ ബിൽഡപ്പ് ചെയ്തിരുന്നത്. ബൈയിൽ നോക്കിയേ, ഓരോ ചെറിയ ലിക്വിഡിറ്റി വരെ ബൈയിൽ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്. പ്രൈസ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ സാധാരണ നമ്മുടെ ഒരു ന്യൂസിൽ വരികയാണെന്നില്ല, പ്രൈസ് മേളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും, താഴേക്കൊരു ലിക്വിഡിറ്റി എടുക്കും. മിനിമം ഈ ലോ വരെയുള്ള ലിക്വിഡിറ്റി എങ്കിലും പ്രൈസ് എടുത്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഈ ലോയിലത്തെ ലിക്വിഡിറ്റി എടുത്തില്ല. പ്രൈസ് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പ്രൈസ് മേളിലേക്ക് പോയി. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട്, പ്രൈസ് ഈ റേഞ്ച് ഇവിടെ ഇങ്ങനെ നിന്ന സമയത്ത് ഇതേ റേഞ്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പെട്ടെന്ന് പ്രൈസ് ഇറങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരുപാട് കയറി. ഇപ്പൊ നമ്മുടെ ഡേ ആയിട്ട് സ്ട്രക്ചർ എടുക്കണമെങ്കിൽ നമുക്കറിയാം, ഒരുപാട് പ്രൈസ് കയറി നല്ല ബുള്ളിഷിൽ ഏറ്റവും ഒരു ഹൈയിലാണ് നിൽക്കുന്നത്. നല്ലൊരു പുൾ ബാക്ക് എടുക്കേണ്ട സമയം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ലായിരിക്കും ഇട്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിലൊക്കെ സംഭവിക്കാൻ പോണെന്ന് ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് ആണ് ബൈ ഓർഡേഴ്സ് ആണെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ഓർഡേഴ്സ്. അവർ അതനുസരിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ന്യൂസിന്റെ സമയത്ത് വർക്കൗട്ട് ആകാനുള്ള സാധ്യതയില്ല. അവർക്ക് എന്ത് ചെയ്യും, അവരിതൊക്കെ ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഓർഡർ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സമയത്ത് നടത്തുന്നത്. നല്ല മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ, പ്രൈസ് എല്ലാവരും സെൽ ഓർഡേഴ്സ് ഇട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യുന്നു. എവിടം വരെ മൂവ് ചെയ്യും എന്നുള്ള സംശയമായിരുന്നു പല ആളുകൾക്കും. പക്ഷെ പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് പ്രൈസ് ഏകദേശം ഇവിടം വരെ വന്ന് നിന്നു. നമ്മളുടെ ഓണ്ടയുടെ പ്ലാറ്റ്ഫോമിൽ, ഓണ്ട ബ്രോക്കറിൽ പ്രൈസ് ഏകദേശം 38 വരെ വന്നു. ബാക്കിയുള്ള നമ്മുടെ forex.com നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28-27 വരെ, ഏകദേശം ഒരു $9-10 മൂവ്മെന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് ഷോ ചെയ്യാം. അങ്ങനെ വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണ്ടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നേരത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അറിയായിരുന്നു കേട്ടോ. ഇവിടെ ഈ 5 മിനിറ്റ് ക്യാൻഡിൽ എവിടം വരെയാണ് വന്നിരിക്കണം നോക്കിയേ, ഏകദേശം 330 വരെ അല്ലെ. അതേ സെയിം ക്യാൻഡിൽ നോക്കിയേ എവിടം വരെ വന്നിട്ടുണ്ടെന്ന് നോക്കിയേ, കണ്ടോ? അതേ സെയിം ക്യാൻഡിൽ ഏകദേശം $38 വരെ വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഏകദേശം $37-38 വരെ വന്നിട്ട്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഈ പ്രൈസ് ഇങ്ങനെ അപ്പൊ തന്നെ താഴേക്ക് ഇറങ്ങില്ല, വീണ്ടും മേളിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേക്ക് സെല്ല് നോക്കുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു 1 അവറിന്റെ ഒരു ഇന്റേണൽ OB നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. 1 അവറിന്റെ ഇന്റേണൽ OB ആണ് ശരിക്കും. പിന്നെ ഇന്റേണൽ OB എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഒന്നും എടുത്തിട്ടില്ല, ഒരു ഇന്റേണൽ ഐഡിയ ഒന്നും എടുക്കാത്തൊരു OB ആണ്. പക്ഷെ ഇവിടെ വന്ന് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കറക്റ്റായിട്ട് അവിടെ നിന്ന് ആ 5 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിൽ തന്നു. അവിടെ ഒരു 5 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിൽ തന്നു. വേറെ ഒരു ഇതുമില്ല. പല സുഖമായിട്ട് സിമ്പിളായിട്ട് ഇപ്പൊ ഞാൻ പറയണേ, ഞാനിവിടെ ട്രേഡ് ചെയ്തിട്ടില്ല കേട്ടുള്ള കാര്യം ഞാൻ പറയാം. സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷനിൽ മാത്രമേ, എത്ര ഇതാണെങ്കിലും ഒരു കൺഫർമേഷൻ നോക്കണ്ട, വേറെ ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. ഇവിടെ 5 മിനിറ്റിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നു, അതിൽ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയി. ചില ആളുകൾ എടുത്തെന്ന് പറഞ്ഞു, ചേട്ടാ അത് ഞങ്ങൾ ഇതിന്റെ ലോ വെച്ചായിരുന്നു, അല്ലെങ്കിൽ ഈ ഇത് വെച്ചു. പക്ഷെ ഇതൊരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പോയേക്കണം. അതിനൊരു 50 മിനിറ്റിലേക്ക് വരാം, ഇച്ചിരി കൂടി എളുപ്പത്തിൽ കാണാം. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഒരു ഓർഡർ ഫ്ലോ കണ്ടോ, ഒരു ബിയറിഷ് മൂവ്മെന്റ്, ബുള്ളിഷ് മൂവ്മെന്റ്. അപ്പൊ ഈ ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഈ ഓർഡർ ഫ്ലോയിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ടാർജറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ചിലപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇടാൻ, ചിലപ്പോൾ ഇത് ഏകദേശം മിറ്റിഗേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. അതായിരിക്കണം കറക്റ്റ് ടാർജറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 രൂപക്ക് 200 രൂപ തന്നെ നമ്മൾ വെക്കണമെന്നില്ലല്ലോ എടുത്ത ആൾക്കാർ.
പ്രോഫിറ്റ് എടുത്തിട്ട് അഴിച്ചു തന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വളരെയധികം സന്തോഷം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് പ്രൈസ് വീണ്ടും നമ്മൾ 50 മിനിറ്റ് നോക്കണമെങ്കിൽ 50 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിൽ ഇതാണ് അല്ലേ. 50 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിൽ പ്രീവിയസ് ലോ ഹിറ്റ് ചെയ്തിട്ടില്ല കണ്ടോ. ആ 50 മിനിറ്റ് സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ലോ ടാർജറ്റിലേക്ക് പ്രൈസ് പോയി. സിമ്പിൾ ട്രേഡ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ന്യൂസ് സമയത്ത് ഉണ്ടാക്കിയ ഇൻഎഫിഷ്യൻസി പ്രൈസ് ക്ലിയർ ചെയ്തു. അവിടെയുള്ള എല്ലാ ഓർഡേഴ്സും കറക്റ്റായി വീണ്ടും ഇതേ പൊസിഷനിൽ നിൽക്കുന്നു. ഈ പൊസിഷനിൽ നേരത്തെ പ്രൈസ് ചെയ്യുന്നപ്പോൾ എന്താണ് റേഞ്ചിലാണെന്ന് വെച്ചാൽ മിക്കവാറും ഇന്നും നാളേക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിങ് ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു സെല്ല് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച്. പക്ഷെ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു സെല്ല് ഞാൻ ഇവിടെ നിന്ന് നോക്കിയായിരുന്നു. ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാം. ഇന്നിവിടെയാണ് പ്രൈസ് നിന്ന് വെച്ചേക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് സുഖമായിട്ട് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷെ അത് അനുവദിച്ചില്ല. ഇന്നലെ തന്നെ അത് ഓൾറെഡി ക്ലിയർ ആയി പോയിട്ടുണ്ട്. ഇന്ന് ഏകദേശം അത് ഫില്ലായി രാവിലെ തന്നെ. അപ്പൊ ഇത്രയും ഉള്ളായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആക്ഷൻ എല്ലാം അവരെവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്യിക്കാം, എവിടെ നിന്ന് പ്രൈസ് വയ്ക്കാം, ഇത് വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ലിട്ട് നിന്ന സമയത്ത് എന്ത് സംഭവിച്ചു? പ്രൈസ് മേളിലേക്ക് പോയി. അപ്പൊ ആളുകൾ വിചാരിക്കും പ്രൈസിന് മേളിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച $100 താഴേക്ക് വന്നു, ഇന്ന് ചിലപ്പോൾ $100 മേളിലേക്ക് വരാം. CPI ന്യൂസ് പോസിറ്റീവ് ആണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ എല്ലാവരും ബൈ കയറും. പക്ഷെ ഇവിടെ എന്ത് പറ്റി? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഡറിൽ വന്നിട്ട് എന്ത് ചെയ്ത്? പ്രൈസ് റിയാക്ട് ചെയ്തു. അപ്പൊ ഈ ഇവിടെ നിന്ന് ബൈയിട്ട ആളുകളൊക്കെ എന്ത് പറ്റി? അവർക്കെല്ലാം SL അടിച്ചു. ഇത് താഴേക്ക് വരുന്ന മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു നോക്കിയേ ഇനി താഴേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞൊരു ഫോമോ വർക്ക്ഔട്ട് ചെയ്യലാണ്. ഇങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് ന്യൂസ് സമയത്ത് പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഈ ഓർഡർ ഫ്ലോയിലത്തെ മിറ്റിഗേഷൻ, ഈ ഓർഡർ ഫ്ലോയിലത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രേഡ് ഇവിടെ ആക്റ്റീവായി പ്രൈസ് മേളിലേക്ക് പോയി. ഇവിടെ സിംഗിൾ ക്യാൻഡില് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രൈസ്. അപ്പൊ ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് മേളിലേക്ക് പോയപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ സെല്ലാർന്ന് ഇട്ടേച്ചു. അപ്പൊ അവർക്ക് വീണ്ടും SL അടിച്ചു. ഇവിടെ നിന്ന് സെല്ലിട്ട ആൾക്കാർക്ക് SL അടിച്ചു, ഇവിടെ നിന്ന് ബൈയിട്ട ആൾക്കാർക്ക് SL അടിച്ചു, ഇവിടെ നിന്ന് സെല്ലിട്ട ആൾക്കാർക്ക് SL അടിച്ചു. വീണ്ടും പ്രൈസ് മേളിലേക്ക് കൊണ്ടാണ്ട് കഴിഞ്ഞപ്പോൾ ഇതും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകും. ഇവർ വിചാരിച്ച പോലെ $100 പോകും. ഈ ഫെയർ വാല്യൂ കംപ്ലീറ്റ് എടുക്കാഞ്ഞത് കൊണ്ട് തന്നെ പ്രൈസ് മേളിലേക്ക് പോകുന്ന ചിന്തിച്ച പല ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 അവറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 2300 മേളിലും 2330 മേളിലൊക്കെ പ്രൈസ് നിന്നിട്ടുണ്ടാകണം. നോക്കിയാൽ 2325 അപ്പൊ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇനിയൊരു റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊരു പാറ്റേൺ ബ്രേക്ക് ആയിരിക്കും എന്നും വിചാരിച്ച് അങ്ങനെ ബൈ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ശരിക്കും പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് സെല്ലെടുത്ത ആൾക്കാർക്ക് മേളിലേക്ക് പോയപ്പോൾ SL അടിച്ചു. അപ്പൊ വീണ്ടും ബൈ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവിടെ ഓർഡർ ബ്ലോക്ക് ആക്റ്റീവായി. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പക്കാ ട്രേഡ് ഇവിടെ ആക്റ്റീവായി. പ്രീവിയസ് ലോ ആണ് ടാർജറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തില്ലേ? ഇപ്പൊ ഒരു റേഞ്ചിൽ നിൽക്കണേണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പ്രൈസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ട്രേഡ് എന്ന് മാത്രം ചിന്തിക്കാതെ എന്തുകൊണ്ട് പ്രൈസ് ഓരോ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് എടുത്ത് പോകാവുന്നതാണ്. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ മൂവ്മെന്റ് എങ്ങനെയാണ് പോയെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയത് വെച്ച് നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ കപ്പ് ഓഫ് ടീ എന്ന് പറയല്ലേ, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സെറ്റപ്പിൽ ഒരു ട്രേഡ് ഉണ്ടോ ആ ട്രേഡിൽ കറക്റ്റ് ആയിട്ട് കയറുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി ചെയ്തേക്കണോണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ട്രേഡിൽ കയറുക. ജസ്റ്റ് ഒന്ന് GBP USD ഞാൻ കാണിച്ചു തരാം. GBP USD ഒന്നും പറയാനില്ല, നമ്മൾ 4 അവർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 4 അവറിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ഈ ആഴ്ചയിൽ 1 അവറിന്റെ ഒരു OB ഉണ്ടായിരുന്നു. നമ്മൾ 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നൊരു ഓർഡർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയുണ്ട 4 അവറിന്റെ ഓർഡറിൽ വന്നു. പക്ഷെ അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീക്ക്ലി അനാലിസിസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചിട്ടില്ല. നമ്മൾ ഈ സാധനത്തിൽ തന്നെയാണ് വരച്ചതെന്ന് വെച്ചാൽ. പക്ഷെ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടില്ല, ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു 1 അവറിന്റെ OBയിൽ വന്ന് മിറ്റിഗേഷൻ നടക്കുകയും ചെയ്തു. എക്സ്ട്രീം OB ആയിരുന്നു. 1 അവറിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് പ്രൈസും കയറിപ്പോയ പോക്ക. ഇവിടെ നോക്കിയാൽ നമുക്ക് 4 അവറിലേക്ക് വീണ്ടും വരാം. 4 അവറിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയെന്ന് മാത്രമല്ല ഇവിടെ പ്രൈസ് വന്നു, പ്രൈസ് ഫസ്റ്റ് പോയി. ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു, ഈ ഹൈ വെച്ചു. ഞാൻ ഏകദേശം നല്ലൊരു മൂവ്മെന്റിൽ ഒരു പ്രോഫിറ്റ് ഒക്കെ എടുത്തു. നമ്മൾ സിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്ത ട്രേഡ് വന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് ഈവൻ അടിച്ചു. ബ്രേക്ക് ഈവൻ അടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചറിൽ പ്രൈസ് ഉണ്ട്, ഒരു ഹൈ ഉണ്ടാക്കി IDM എടുത്തു. ഇനി ഇവിടെ വേറെ സംഭവമൊന്നും ഇല്ല. ഇവിടെ നിന്ന് നേരെ നെക്സ്റ്റ് എൻട്രി ഏതാണ്? ഹൈ അതോ
നമ്മൾ ന്യൂസ് സമയത്ത് ഏകദേശം പ്രൈസ് ഇവിടെയാണ് നിർണ്ണയിച്ചത്. ഏകദേശം ഒരു 10, 40, 35 വിപ്പിന് മേളിലാണ്. സുഖമായിട്ട് ബ്രേക്ക് ഇവൻ ഇട്ട് വെക്കാറുണ്ട്, സുഖമായിട്ട് ആ പ്രോഫിറ്റ് എടുക്കായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസ് സമയത്ത് ബ്രേക്ക് ഇവൻ ഇട്ട് വെക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ നല്ല എൻട്രികളായിരുന്നു ഈ ആഴ്ചയും. അപ്പൊ ഇതേപോലെയുള്ള ട്രേഡുകൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി ഓരോ മൂവ്മെന്റും നമ്മളുടെ മുന്നിൽ വരിക്കുന്ന ഓരോ മൂവ്മെന്റും മനസ്സിലാക്കുക. അപ്പോൾ പിന്നീട് വരുന്ന മൂവ്മെന്റ്, പിന്നീട് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിലേക്കൊക്കെ വരും. എഴുതി വെക്കുക, ജേണലൊക്കെ എഴുതുക, എന്നിട്ട് ട്രേഡിന് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.